റോമർക്കെഴുതിയ ലേഖനം 6:23. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപം എവിടെയുണ്ടോ അവിടെ മരണമുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ കൃപാവരങ്ങളിൽ ക്രിസ്തുവിൻ്റെ കൃപയിൽ വന്നതിനാൽ നമുക്ക് ജീവൻ കിട്ടി. അപ്പോൾ പുതിയ നിയമത്തിൽ കൃപായുഗത്തിൽ നമ്മൾ കൃപാനദിയിൽ കുളിച്ചു പൊങ്ങണം. വേറെ ഒന്നും നമുക്ക് പ്രശംസിപ്പാനില്ല. തൻ്റെ കൃപയാൽ, ദൈവകൃപയുടെ നദിയിൽ നമ്മൾ കുളിച്ചു പൊങ്ങിയാൽ കർത്താവ് നമ്മളെ പരിപാലിക്കും. അന്ന് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കാൻ പഠിക്കണം. നമ്മൾ വചനത്തിൻ്റെ അടിയിലായിരിക്കണം. വചനമാകുന്ന ജലസ്നാനം കൊണ്ട് ദിനം പ്രതി കഴുകണം. രക്ഷിക്കപ്പെട്ട ജനതയുടെ ഏറ്റവും വലിയ ആവശ്യം വചനമാകുന്ന ഭക്ഷണം കഴിക്കുക. അത് 3 നേരവും കഴിക്കണം. ദൈവത്തിൽ ബലം പ്രാപിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.